എൻ്റെ പൊന്നു മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ നാളെയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. കന്യയ്യപ്പന്മാരുടെ കഞ്ഞിവീയത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു സൈഡിൽ അടുപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. മറു സൈഡിൽ നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് ഓരോരോ പാത്രങ്ങളിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ അടുപ്പൊക്കെ കൂട്ടി, പിന്നെ കന്യയ്യപ്പന്മാരും പിന്നെ ഞാനും എൻ്റെ അനുജന്മാരെല്ലാം കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ അടുപ്പ് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ശരണം വിളിച്ച് അയ്യപ്പ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടുപ്പൊക്കെ കത്തിച്ചു. കഞ്ഞിയും എരിശ്ശേരിയുമാണ് വയ്ക്കുന്നത്. നമ്മൾ രണ്ടടുപ്പിലായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനും അനുജനുമായിട്ട് രണ്ടടുപ്പും കത്തിച്ചു. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇടാനുള്ള സെറ്റപ്പാണ്. അങ്ങനെ ഓരോരോ കന്യയ്യപ്പന്മാരായിട്ട് ശരണം വിളിച്ച് അരിയിടുകയാണ്. ആദ്യം എൻ്റെ മോൻ അരിയിട്ടു. അതിനുശേഷം അനുജൻ്റെ മോൻ അരിയിടുകയാണ്. ഏറ്റവും കുഞ്ഞയ്യപ്പനാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ കന്യയ്യപ്പനാണ് അരിയിടുന്നത്. അങ്ങനെ ശരണം വിളിച്ച് 3 പേരും അരിയൊക്കെ ഇട്ടു. അങ്ങനെ കഞ്ഞിയായി എരിശ്ശേരിയായി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അയ്യപ്പനെ നേദിക്കാനുള്ള സമയമാണ്. നമ്മുടെ ഏറ്റവും മൂത്ത കന്യയ്യപ്പനാണ് നേദിക്കുന്നത്. അങ്ങനെ കന്യയ്യപ്പൻ കർപ്പൂരമൊക്കെ കത്തിച്ച് കഞ്ഞിയും എരിശ്ശേരിയൊക്കെ നേദിക്കുകയാണ്. അങ്ങനെ നമ്മൾ കഞ്ഞിയും എരിശ്ശേരിയും ഒക്കെ നേദിച്ച് കഴിഞ്ഞു. ഇനി കഞ്ഞി കുടിക്കാനുള്ള തത്രപ്പാടിലാണ്. തൊട്ടടുത്ത് കുറച്ച് വീടുകളിലും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇനി കഞ്ഞി കുടിച്ചിട്ട് വരാം. നാളെയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നാളെ രാവിലെ 7 മണിക്കാണ് കെട്ട് തുടങ്ങുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്.